എന്നോട് ചോദിച്ചു, എനിക്ക് അത്ഭുതം തോന്നി. നമ്മൾ ഈ നിൽപ്പ് സമരത്തെക്കുറിച്ച് നിങ്ങൾ ചെയ്തോ? ഞാൻ പറയാതെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നിലപാട്, ഞാൻ പറഞ്ഞു എൻ്റെ നിലപാട് സ്റ്റോറിക്കകത്തുണ്ട്. അത് കാര്യങ്ങൾ പുള്ളി അവർ പ്രതീക്ഷിക്കുന്ന മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഇതിനോട് മുഖം തിരിച്ച് നിന്നേ പറ്റൂ, ആരും ഇത് ഏറ്റെടുക്കരുത്. ഇത് ഈ ചെറിയ ചെറിയ പച്ചക്കുതിര അല്ലെങ്കിൽ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട മാധ്യമങ്ങൾ ഏറ്റെടുക്കേണ്ട സമരമാണ് ഈ ഇത്തരം സമരങ്ങൾ എന്നൊരു വിചാരം ആൾക്കാർക്കുണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ വലിയ തരംഗം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ ഞാൻ പറഞ്ഞ ഉദാഹരണം 2001 AK ആന്റണി സർക്കാർ നിൽപ്പ് സമരം, ഇപ്പൊ മറ്റു നിൽപ്പ് സമരത്തിൽ പറഞ്ഞുകൊണ്ട് വീണ്ടും പറയേണ്ടി വരികയാണ്. നിൽപ്പ് സമരത്തിന് ഇപ്പോൾ ആധാരമായ അന്നത്തെ വാക്കുപാലിക്കൽ, അന്നത്തെ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇപ്പൊ വീണ്ടും മുന്നേറ്റം സമരം വരുന്നത്. എന്നിട്ട് 125 ദിവസത്തോളമാകുന്നു തിരുവനന്തപുരത്ത് ആദിവാസികൾ നിലനിൽപ്പിന് വേണ്ടി നിൽക്കാൻ തുടങ്ങിയിട്ട്. ഈ സോഷ്യൽ മീഡിയയിൽ അത് വലിയൊരു മുന്നേറ്റവും തരംഗമൊന്നുമായി മാറിയില്ല. സമീപകാലത്ത് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ അവഗണിച്ചത് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് പ്രീത നിൽപ്പ് സമരം തന്നെയാണ്. പിന്നെ നമ്മൾ എങ്ങനെ സാമൂഹ്യ നീതിയെക്കുറിച്ച് ഈ സംഭവവുമായി ചേർത്ത് പറയും, എങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കും? അതുകൊണ്ട് ഞാൻ എൻ്റെ നിലപാട്, അല്ലെങ്കിൽ എനിക്ക് ഓരോരുത്തരുടെയും നിലപാടുകളാണുള്ളത്, അഭിപ്രായങ്ങളെ വരിക. എൻ്റെ പറയുന്ന ഈ പുതിയ തലമുറ മാധ്യമങ്ങളെ നമ്മൾ ഒരു കൈപ്പാട് അകലെ നിർത്തുകയും അതിനെ ശരിയായ രീതിയിൽ ഈ സാമൂഹ്യ നീതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ക്രിയാത്മകമായ പങ്കുവയ്ക്കാൻ കഴിയാത്ത ഒരു ആൾക്കൂട്ടം മാത്രമായി തിരിച്ചറിയുകയും ചെയ്യുന്നിടത്താണ്, ആ തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ പുതിയ മുന്നേറ്റങ്ങളും പുതിയ കൂട്ടായ്മകളും പുതിയ ശബ്ദങ്ങളും ഉയർത്തേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.